വരുന്നുണ്ട്, കറാച്ചി വരുന്നുണ്ട്. ഇത് ഈ 18 കൊല്ലം മുമ്പിറങ്ങിയ ചോട്ടാ മുംബൈ ഇപ്പൊ തകർത്തോടുവാണ്. അതിനുശേഷം ഇറങ്ങിയ ഈ പടം ഇപ്പം നല്ല അഭിപ്രായം നേടുന്നത് വലിയൊരു നേട്ടമല്ലേ? തീർച്ചയായിട്ടും 18 വർഷം മുമ്പ് എടുത്ത ചോട്ടാ മുംബൈ മാത്രമല്ലല്ലോ, എത്രയോ പടങ്ങൾ ഓടിയിട്ടുണ്ട്. തനിയാവർത്തനം ഓടിയിട്ടില്ലേ, ചെമ്മീൻ മുതൽ ഓടുന്നില്ലേ. അതെ, മോക്ക് വയസ്സ് അത്ര ആയോട്ടാ മോള് ചോട്ടാ മുംബൈ. മാഡം ഇപ്പൊ കോമഡി ഭയങ്കര എനിക്കുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ മക്കളടക്കമുള്ള തലമുറയുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു ദൈവം തന്ന വരദാനമായിട്ട് ഞാൻ കാണുകയാണ്. ഏത് OTT വരുന്നത് 10 വരുമ്പോൾ നമ്മളൊക്കെ 1-2 ഒക്കെ കാണത്തുള്ളൂ. എല്ലാവരും കൊള്ളാതെ പറഞ്ഞതാണ് കാണുന്നതെന്നൊക്കെ പറയുക. എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞ സിനിമയൊക്കെ കാണും. അല്ലാതെ ഇപ്പം ഏതൊക്കെയോ പടങ്ങൾ പലപ്പോഴും ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കാറിൽ ഇവിടെ വരുമ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവറിനോടൊക്കെ ചോദിക്കും, ഇതെന്തോ നാടകമാണോ സിനിമയാണോ, 25 പേരുകൾ കാണാം. അപ്പോഴാണ് അറിയുന്നത് OTTക്ക് വേണ്ടിയുള്ള പടമാണെന്ന്. അങ്ങനെയൊക്കെ പടം എടുത്തിട്ട് ആര് കാണാൻ മനുഷ്യർ. ഞാൻ പറഞ്ഞ ജീവിക്കണ്ടേ മോനെ, ഒരു മാസം ഒരു 2 പടം കാണാം, നല്ല പടം എന്ന് എല്ലാവരും പറയുന്നെങ്കിൽ. അല്ലാതെ ഈ OTT എന്ന് പറഞ്ഞ് ഇറങ്ങിയതെല്ലാം കാണണമെങ്കിൽ ഒരു പണിയില്ലാതെ വീട്ടിൽ ഇരിക്കുന്നവർക്ക് പറ്റുമോ? അത് ഞാൻ പണി ഇല്ലെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യുന്ന കൂട്ടത്തില്ല. ഇതുവഴിയാണോ? നിങ്ങളുടെ കൂടെ ഞാൻ പരിഹരിക്കുന്നില്ലേ? കാളിയന്റെ കാര്യം കാളിയൻ വരുന്നുണ്ട്, കറാച്ചി വരുന്നുണ്ട്, ഹനീഫ വരുന്നുണ്ട്. 5-6 പടം